ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഈ ബ്രഹ്മാണ്ഡം എന്നുള്ളൊരു വാക്കിന് മറുപേരായിരുന്നു ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ. തമിഴ് സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ അറിയപ്പെടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡയറക്ടർ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറിന്. എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് കേട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗംഭീരമായിട്ടുള്ള പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും ഗാനമേള വേദികളിൽ, അതുപോലെ തന്നെ നമ്മളൊരു 4-5 പേരൊക്കെ കൂടുമ്പോൾ ഒന്ന് ഡാൻസ് കളിക്കണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇടുന്നൊരു പാട്ട് പുള്ളിയുടെ സിനിമയിലെ പാട്ടായിരിക്കും. അത് എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കിലാണെങ്കിൽ കൂടി അത് ആ പുള്ളിയുടെ സിനിമയിലെ പാട്ടായിരിക്കും. മുക്കാല മുക്കാബുല എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴും ആർക്കും മടുത്തിട്ടില്ല. ഉർവശി ഉർവശി, കാതലൻ പോലത്തെ ഒരു സിനിമ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത്ര എക്സ്പെൻസോട് കൂടി ഒരു സിനിമ ചെയ്യുക, അത് വലിയൊരു ഒരു ആക്ടറും കൂടി അല്ലാതെ ഇരുന്നിട്ട് കൂടി ആ ഒരു ഡയറക്ടറിൻ്റെ പൊട്ടൻഷ്യലിൽ ആ സിനിമ ഹിറ്റായ ഒരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോകാത്ഭുതങ്ങൾ എണ്ണി എണ്ണി ഓരോന്ന് കാണുന്നതിന് പകരം ഒരൊറ്റ പാട്ട് കണ്ടാൽ മതി, അതിൻ്റെ അകത്ത് ലോകാത്ഭുതങ്ങൾ മൊത്തവും വരും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു അത്ഭുതമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഐശ്വര്യ റായിനെ കൂടി കാണുന്ന ഒരു പാട്ടുണ്ടായിരുന്നു ജീൻസിൽ. ശങ്കർ എന്തിരൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്ത് ലോക സിനിമ തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരുന്നു. രജനീകാന്ത് എന്ന് പറയുന്ന ഒരു നടൻ്റെ മറ്റൊരു തലം കണ്ട ഒരു സിനിമയായിരുന്നു അത്. ശിവാജി എന്ന് പറയുന്ന സിനിമയിൽ ഇത്രയും വലിയൊരു ഫൈറ്റ് സീക്വൻസുകൾ, ഇത്ര റിയൽ ആയിട്ട്, ഇത്ര റോ ആയിട്ട്, ഇത്ര മാസോട് കൂടിയ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആദ്യമായിട്ടായിരിക്കാം തമിഴ് സിനിമയിൽ അത്തരത്തിലുള്ള ഒരു വിഷ്വലൈസേഷൻ ഒക്കെ കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓരോന്നും എടുത്തു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്കുകൾ ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. സോറി, ഞാനിപ്പോൾ ഒരു സിനിമ പറയാൻ മറന്നുപോയി. ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ എത്രത്തോളം ഇമ്പാക്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്യൻ ഞാൻ ഒരു CD എടുത്ത് കണ്ടിട്ട്, എൻ്റെ ചെറുപ്പത്തിൽ ആ CD എടുത്ത് കണ്ടിട്ട് ആ CD സ്റ്റക്കാകുന്നവരെ എനിക്ക് തോന്നുന്നു ഡെയിലി 4 തവണയെങ്കിലും ആ സിനിമ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അത്രയും മികച്ച ഡയറക്ടറായിട്ടുള്ള ശങ്കറിന് ഇതെന്ത് പറ്റി എന്നുള്ളൊരവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പണി നിർത്തിപ്പോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. രാം ചരൺ, കിയാര അദ്വാനിയൊക്കെയാണ് മെയിൻ ലീഡായിട്ട് വന്നിരിക്കുന്നത്. സിനിമ റിലീസായതിൻ്റെ അന്ന് തന്നെ ഞാൻ വൈകുന്നേരം കണ്ടിരുന്നു. പക്ഷേ സിനിമയെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു കുട്ടി സ്പോയിലറായിട്ട് തന്നെ ഈ ഒരു വീഡിയോ സെക്ഷൻ പോവാം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കുറച്ചൊന്ന് 2 ദിവസം കഴിഞ്ഞിട്ടത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെന്ന് വന്നത്. എനിക്ക് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങൾ ഒരുപാട് മനോഹരമാക്കിയ ഒരു ഡയറക്ടർമാരിൽ ഒരാളാണ് ശങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയെ വഴക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കുറ്റം പറയുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തു വെച്ചൊരു മനുഷ്യനെ ഇപ്പം തള്ളി പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതൊരു സ്പോയിലർ ടോക്കാണ്. ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം മാത്രം കാണാൻ ശ്രമിച്ചു നോക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക. അപ്പം വെൽക്കം ടു ഷിനിമോ ഷാ. നമ്മുടെ ശങ്കറിന് ഇതെന്ത് പറ്റി? ഇതാണ് മെയിൻ ചോദ്യം. അപ്പോൾ എൻ്റെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ശങ്കറിൻ്റെ സിനിമകൾ വരുന്ന സമയത്ത് നമ്മളിലേക്ക് ന്യൂസ് വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ AR റഹ്മാൻ്റെ മ്യൂസിക്കോട് കൂടി വരുന്ന ശങ്കറിൻ്റെ സിനിമ. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സിനിമയിലെ ഒരു പാട്ട് ഭയങ്കര ഹിറ്റാവും, അപ്പോൾ തൊട്ട് പുറകെ നമ്മൾ ആ സിനിമ കാണാൻ പോകുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ ആദ്യത്തെ സിനിമയായിട്ടുള്ള കാതലിനൊക്കെ നമ്മൾ കാണുന്നത് മുക്കാല മുക്കാബുല ഉള്ള പാട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അത് രസമായിരിക്കും എന്നൊക്കെ ഓർത്താണ് കണ്ടത്. അപ്പോൾ അതിനുശേഷമാണ് നമുക്കത് മനസ്സിലായത് ഇത് എത്രത്തോളം അതിൻ്റെ ഒരു മേക്കിങ്ങിൽ ഭയങ്കര സെറ്റപ്പ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൽ എത്രത്തോളം അവർ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മെല്ലെയാണ് ഇതെല്ലാം പഠിച്ചത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ജെന്റിൽമാൻ എന്ന് പറഞ്ഞ സിനിമ കാണുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് ജെന്റിൽമാൻ പുള്ളിയുടെ ആദ്യത്തെ സിനിമയായിരുന്നു. അതിനുശേഷമാണ് കാതൽ എന്ന് പറഞ്ഞ സിനിമ വന്നതാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ട് കാതലിനാണ് ആദ്യത്തെ പടം വന്നായിരുന്നു.
അതിനുശേഷം മെല്ലെ മെല്ലെ പുള്ളിയുടെ ബാക്കി ബാക്ക് ടു ബാക്ക് സിനിമകളൊക്കെ കണ്ടു. മുതൽവൻ, ഇന്ത്യൻ, അതുപോലെ തന്നെ എന്തിരൻ, അന്യൻ. എന്തിരൻ എന്നൊക്കെ പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയായിരുന്നു. അന്യനൊന്നും തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, എന്തിരൻ വരെയുള്ള ഒരു കാലഘട്ടം, 2010 വരെയുള്ള ഒരു കാലഘട്ടം, മാറ്റി നിർത്താം, 2010 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വന്നിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു, സുജാത എന്ന് പറയുന്നൊരു റൈറ്റർ. അദ്ദേഹം എനിക്ക് തോന്നുന്നു 2011 സമയത്തോ 12 ആക്സിഡന്റിൽ മരിച്ചു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ശങ്കറിന് നല്ലൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സബ്ജക്റ്റ് പുള്ളിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നീട് പുള്ളി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളി പണ്ട് ചെയ്തു വെച്ച ഒരു ട്രേഡ് മാർക്കുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പാട്ട് ഹിറ്റായ സിനിമയാണ് ഇത് എന്ന് പറയുന്ന പോലെ പുള്ളി പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ മെയിൻ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ പ്രൊഡ്യൂസേഴ്സും ഇതേ മീഡിയയുമാണ് പുള്ളി ഇങ്ങനെ ആക്കിയെന്ന് ഞാൻ പറയും. കാരണം പുള്ളിയുടെ ഒരു സിനിമ വരുന്ന സമയത്ത് അതിലൊരു പാട്ടുണ്ട്, ആ പാട്ടിന് ഇത്ര രൂപ മുടക്കിയിട്ടുണ്ട്, ആ പാട്ട് ബ്രഹ്മാണ്ഡമാണ്, ആ പാട്ട് സൂപ്പറാണ് എന്ന് പറയുന്ന രീതിയിലാണ് ആ സമയത്ത് ഇതിനെ മൊത്തം ട്രെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം സത്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പുള്ളി പാട്ടിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്, യെസ്, അതൊരു സത്യമാണ്. പക്ഷെ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം പുള്ളി മാറിയതിൻ്റെ ഒരു ഇപ്പം അത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ വന്ന് പറഞ്ഞത് 4 പാട്ടിന് മൊത്തം കൂടിയായിട്ട് 75 കോടി രൂപയാണ് മുടക്കിയെന്നാണ് പറഞ്ഞത്. ഒരു മലയാള സിനിമ ഉണ്ടാക്കാൻ ഇവിടെ വെറും 5 കോടി അല്ലെങ്കിൽ 10 കോടിക്കകത്ത് മാത്രമേ ചിലവ് വരുന്നുള്ളൂ. ഈ 75 കോടി ഉണ്ടെങ്കിൽ മലയാളത്തിൽ നിന്ന് എത്ര സിനിമ ഉണ്ടാക്കാൻ സാധിക്കും, എത്ര മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഏതാണ്ട് 30 കോടിക്ക് അകത്ത് മാത്രമേ വന്നിട്ടുള്ളൂ അതിൻ്റെ ഒരു എക്സ്പെൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് 250 കോടിയുടെ മുകളിലാണ്. നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ പുള്ളി അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയെടുത്തതിനൊരു കാരണവും ഇതേ പ്രേക്ഷകരും ഇതേ ആ സമയത്തെ മീഡിയാസും പുള്ളിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ പ്രൊഡ്യൂസേഴ്സുമാണ്. ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു പാട്ട് സെറ്റപ്പായിട്ട് എടുത്തോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി മെല്ലെ 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 പുള്ളിയുടെ ആ ഒരു കഴിവുണ്ടല്ലോ, ഒരു സിനിമയിൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്ന 2.5 മണിക്കൂർ പുള്ളി ബ്രഹ്മാണ്ഡം കാണിച്ചുകൊണ്ടിരുന്ന സാധനം പുള്ളി ഒരു ഒറ്റ പാട്ടിലേക്ക് ഒതുക്കി. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ശങ്കറിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നിട്ട് ഇപ്പം പാട്ടിൽ ബ്രഹ്മാണ്ഡം ഉണ്ടോ, അതും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പുള്ളി എത്തിക്കഴിഞ്ഞു. ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ശരിക്കും പറയാൻ പോകുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാനില്ല, അതാണ് സത്യം. കാരണം ഗെയിം ചേഞ്ചർ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, പടത്തിലൊന്നും ചേഞ്ച് ഇല്ല, ശങ്കറിലും വലിയ മാറ്റങ്ങളില്ല. ചേഞ്ച് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, തമിഴ് ഡയറക്ടറായിരുന്ന ശങ്കർ തെലുഗു ഡയറക്ടറായി, അതാണ് ഒരു ചേഞ്ച്. ആ ഒരു ഗെയിം ചേഞ്ച് ഇവിടെ നടന്നിട്ടുണ്ട്, അല്ലാതെ ഒരു ചേഞ്ച് ഇവിടെ നടന്നിട്ടില്ല. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഇതിൻ്റെ എഴുതിയിരിക്കുന്നത്, പുള്ളിയുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വിവേക് വേൽമുരുകനാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. വളരെ മോശമായ രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പറഞ്ഞുതരാം. സ്റ്റോറി എഴുതിയിരിക്കുന്നതല്ല, സ്റ്റോറി ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കാർത്തിക് സുബരാജിനെയാണ്. മേ ബി പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പാസ്റ്റുള്ള ടിപ്പിക്കലായിട്ടുള്ളൊരു സ്റ്റോറി തന്നെ. ഒരു പാസ്റ്റുള്ള ഒരു അച്ഛൻ ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് ആഗ്രഹത്തോടു കൂടി, നാട്ടിൽ നല്ലൊരു പൊളിറ്റിക്സ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തോடு നിന്നൊരു അച്ഛൻ, തുടർന്ന് അച്ഛൻ മരിച്ചു പോകുന്നു, പിന്നീട് മകൻ വരുന്നു, മകന് അച്ഛനും അമ്മയും ആരാന്നറിയത്തില്ലാതെ വളർന്ന് മകൻ ഒരു നല്ലൊരു പൊസിഷനിലെത്തി, IAS അല്ലെങ്കിൽ IPS. സംഭവം കാർത്തിക് സുബ്രാജ് പറഞ്ഞ ഒരു കഥ ഇത് തന്നെയായിരിക്കും. ഒരു പൊളിറ്റിക്കൽ ഒരു ട്രെയിലർ തന്നെ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്, അല്ല ഞാനിത് പറയേണ്ട ആവശ്യമില്ല. 5 വർഷം മാത്രമാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു മന്ത്രിക്കുള്ള ഒരു പവർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു IAS കാരനോ IPS കാരനോ എന്ന് അവൻ IAS IPS ആവുന്നു, അത് മരിക്കുന്നവരെ അയാൾ ഒരു IAS IPS കാരനാണ്, റിട്ടയർഡ് ആകുന്ന ഒരു ടൈം വരെ. എന്ന് വെച്ചാൽ ഈ 5 വർഷം അല്ല പുള്ളിയുടെ ലിമിറ്റ്, അതിൻ്റെ അപ്പുറത്തും ഉണ്ട് ലിമിറ്റ് എന്നുള്ളതാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഈ പൊളിറ്റിക്കൽ മന്ത്രിമാരുടെ ഒരു പവർ കൊണ്ട് ഇത്തരം പഠിച്ചു വന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ
അവർക്കുണ്ടാകുന്ന അവർക്ക് കയ്യിലുള്ള പവർ ഉണ്ടല്ലോ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയാനാണ് ഈ സിനിമ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം വഴിമാറിപ്പോയി വേറെ എന്തൊക്കെയോ ആണ് സിനിമ പറഞ്ഞത്. ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാം ചരണിന്റെ പദവി എന്താണെന്ന് രാം ചരണിനും അറിയത്തില്ല, ഡയറക്ടറിനും അറിയത്തില്ല, സ്ക്രീൻ പ്ലേ എഴുതിയ വേൽമുരുകനും അറിയത്തില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒട്ടും മനസ്സിലായിട്ടുമില്ല. ഇതാണ് ഒരവസ്ഥ. പുള്ളി IAS ആണ്, IPS ആണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറാണ്, മാങ്ങാത്തൊലിയാണ്, ഒന്നും പറയണ്ട, അതുപോലെ അങ്ങ് പോകുന്നുണ്ട്. കാരണം എല്ലാം ബ്രഹ്മാണ്ഡമാണല്ലോ, അപ്പം അതുപോലെ ബ്രഹ്മാണ്ഡമാക്കി അങ്ങ് വിട്ടതങ്ങണ്ടാണ്. സ്ക്രീൻ പ്ലേ മോശമായതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ ഒരുപാട് നല്ല സീക്വൻസ് ഉണ്ടായിട്ട് കൂടി അത് നമുക്ക് രസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നൊരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് നല്ല പോയിന്റ്സ് പറയുന്നുണ്ട്. സീരിയസ്ലി ഇത്രയും പടം മോശമാണെന്ന് പറയുമ്പോൾ കൂടി ആ സിനിമയിൽ കുറച്ച് നല്ല പോയിന്റ്സ് പറയുന്നുണ്ട്. ആ പോയിന്റ്സ് നമ്മളിലേക്ക് വരാത്തതിൻ്റെ അല്ലെങ്കിൽ കൺവേ ആവാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ബാക്കിയുള്ളതെല്ലാം ഭയങ്കര വീക്ക് ആയതുകൊണ്ട് തന്നെയാണ്. ഒന്നുമില്ലാത്ത കുറേ സീനുകൾ കാണിച്ചിട്ട് ഒരു സീനിൽ കുറച്ച് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഹിറ്റ് ആവില്ല. അവിടെയാണ് സുജാത എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്. പുള്ളി ഇമോഷണലി അത് സാധനത്തിനെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആക്കും. ഒരു സീനിനെ എലവേറ്റ് ചെയ്ത് വന്ന് ആ ഒരു സീനുമായിട്ട് കണക്ഷൻ വരുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അവിടെ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പറയുന്ന കാര്യം ഒരു ട്രൂ ആണ്. അതിന് മെയിൻ എക്സാമ്പിളാണ് ശിവാജി എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ അന്യൻ എന്ന് പറയുന്ന സിനിമ, ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ, ഇന്ത്യൻ 2 അല്ല. അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടു നോക്കുക. എന്തെങ്കിലും ഒരു പോയിന്റ് പറയുമ്പം അത് നമുക്ക് ഹിറ്റ് ചെയ്യും. കാരണം അതിന് തൊട്ട് മുമ്പ് ചെയ്തു വെച്ച സീനുകളൊക്കെ അതുപോലെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ശരിയാടാ അത് തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ ഇത് ലഞ്ചം വാങ്ങാൻ പാടില്ല, ഇത് കറപ്ഷനാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ആ സാധനം ഉണ്ടാക്കുന്നില്ല. മുതൽവൻ സിനിമ കണ്ടു നോക്ക് നിങ്ങൾ. ആ മുതൽവൻ, അത് പറയപ്പോഴാണ് മുതൽവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ തന്നെയാണ് അദ്ദേഹം എടുത്ത് ഗെയിം ചേഞ്ചറിലാക്കിയിരിക്കുന്നത്. കുറെ അവിടെ കെട്ട് ഇവിടെ കെട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ പെറുക്കിയെടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടു. പിന്നെ രാംചരന്റെ കുറേ സിനിമയുടെ കട്ടുകൾ അതെല്ലാം കൂടി എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമ. അല്ലാതെ വലിയൊരു സംഭവമൊന്നുമല്ല. SJ സൂര്യ എന്ന് പറയുന്നൊരു ആക്ടറിനെ കൊണ്ട് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുന്നു. ജയറാം നമ്മുടെ സ്വന്തം നശിപ്പിക്കാൻ വേണ്ടി കൊണ്ട് എൻ്റെ അകത്ത് ഇടുന്നു. പിന്നെ സുനിൽ, സൈഡ് തേർന്ന് നടക്കുന്ന ഒരു കഥാപാത്രം. പുള്ളിയെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു, ശങ്കർ ഇമാതിരി കോമഡികൾ ചെയ്യരുതെന്ന് പറയാം. ശങ്കറിന്റെ പഴയ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഈ ടൈപ്പ് കോമഡി തന്നെയാണ് പണ്ടും ചെയ്തുകൊണ്ടിരുന്നത്, ഒരു മാറ്റമൊന്നുമില്ല. അപ്പൊ ആ സിനിമ കണ്ടിപ്പം നിങ്ങൾ സൂപ്പറാന്ന് പറഞ്ഞിട്ട് കൈയടിക്കുകയും ചെയ്ത് ഈ സീനുകൾ കാണുമ്പോൾ ഇതെന്ത് കാണിക്കുന്നേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പുള്ളിക്ക് മാറ്റമില്ല, അതാണ് നോ ചേഞ്ച്. നമ്മുടെ LJP പറയുന്നുള്ള നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന പോലെ പുള്ളിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പുള്ളിയുടെ പഴയ സിനിമ മുതൽ ഈ സിനിമ വരെ നോക്കിയോ, എല്ലാ സിനിമയിലും ഇതേപോലെ ക്രിഞ്ച് ലവ് സീനുകൾ, ക്രിഞ്ച് കോമഡി സീനുകൾ എല്ലാം സിനിമയിലും കാണും. എന്നാൽ അതിനെ മറികടക്കുന്ന ഒരു സാധനമായിരുന്നു സുജാത എന്ന് പറഞ്ഞ റൈറ്റർ എഴുതി വെക്കുക. അടുത്ത സീനുകളിൽ ഈ സാധനം മറന്ന് നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് കയറും. അതാണ് സ്ക്രീൻ പ്ലേയുടെ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഒരു വലിയൊരു ബലം എന്ന് പറയുന്നത്. പക്ഷെ ആ സാധനം ഇപ്പം ശങ്കറിൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര റൈറ്റർ ഒരു കോംബോ ഉണ്ടായി വന്ന് അങ്ങനെ ശങ്കർ മുമ്പോട്ട് വന്നാൽ മാത്രമേ ഒരു പക്ഷേ, അല്ലെങ്കിൽ ശങ്കറിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു പ്യുവർ ആൻഡ് പ്യുവർ ഒരു സ്ക്രീൻ പ്ലേ റെഡിയാക്കി കൊടുത്ത് ഇത് ഡയറക്റ്റ് ചെയ്യൂ, നിങ്ങളുടെ വിഷനിൽ ഇത് ഡയറക്റ്റ് ചെയ്തെടുക്കൂ എന്ന് പറഞ്ഞൊരു ടീം വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു ലെവൽ കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇപ്പം ഇരിക്കുന്ന പോലെ തന്നെ മുമ്പോട്ട് പോകും. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കൂടുതൽ ഇതിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിപ്പോൾ തന്നെ പറയും സ്പോയിലറാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് എന്താ സ്പോയിൽ ചെയ്തതെന്ന്. സ്പോയിൽ ചെയ്യാൻ പറയാൻ മാത്രം ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. കുറേ ഊള സീനുകളും സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആ ട്രെയിലറിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു ഹെലികോപ്റ്റർ വരുന്ന സീൻ, അതൊക്കെ അറുപൂറ് സീനുകളാണ്. ലോജിക്ക് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് വെളിയിലോട്ട് വെച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പണ്ട് അത് ചെയ്തിരുന്നു, ഞാൻ പണ്ട് ഇത് ചെയ്തിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അത് ചെയ്താൽ ആൾക്കാർ കൈയടിക്കും എന്നുള്ളൊരു ധാരണ ശങ്കറിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ധാരണ എന്ന് മാറുന്നോ അന്ന് മാത്രമേ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ നന്നാവൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു കാര്യം. കാരണം അദ്ദേഹം പണ്ട് ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശങ്കറിനെ എത്ര കളിയാക്കിയാലും ശരി, നാളെ ശങ്കറിന്റെ വേറൊരു സിനിമ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ആൾക്കാർ, ഇപ്പം കളിയാക്കുന്ന ആൾക്കാർ തന്നെ തിയേറ്ററിലേക്ക് കയറിപ്പോവും.
ഞാനിപ്പം രണ്ട് സൈഡും കൂടി ചവിട്ടിക്കൊണ്ട് നിന്ന് കാര്യം പറയുകയല്ല. എനിക്ക് ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറിനെ ഇഷ്ടമാണ്. കാരണം അത് ഇഷ്ടമല്ലാത്ത ഒരു 90s കിഡ്സ് പോലും കാണൂല. അത് ചിലപ്പോൾ രണ്ട് തെറിയൊക്കെ പറഞ്ഞു തന്നിരിക്കും. എന്നാൽ അവരോടൊന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചെറുപ്പകാലം മനോഹരമാക്കിയ ഒരു ഡയറക്ടർ തന്നെയാണ് ശങ്കർ. സോ പുള്ളിയുടെ ഒരു തിരിച്ചുവരവ് വല്ലാണ്ട് ആഗ്രഹിക്കുന്ന ഒരു ജനതയായതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു ഒരു ജനറേഷനാണത്. അപ്പം അവരുടെ ഒരു സങ്കടം കൂടിയാണ് ഇതെന്ന് കേട്ടുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്നില്ല. ഇനി ശങ്കറിൻ്റെ ആരെങ്കിലും ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഇതാണ് സംഭവം. സോ മാറാൻ തയ്യാറാണെങ്കിൽ മാറുക, അല്ലാതെ മാറേണ്ട സമയം നിങ്ങൾ കഴിഞ്ഞു. ശങ്കർ എന്ന് പറയുന്ന ആ ഒരു ബ്രഹ്മാണ്ഡ ഡയറക്ടറിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് പുള്ളിയുടെ പണ്ട് ചെയ്ത് വെച്ച അന്യൻ, മുതൽവൻ ഇതിൻ്റെ ഒന്നും സെക്കൻഡ് പാർട്ടായിട്ട് ദയവ് ചെയ്ത് വരരുത്. ഇന്ത്യൻ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ തേർഡ് പാർട്ടും കൂടി കണ്ട് സഹിക്കണം. അപ്പോൾ ഇനി തൊടാതിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, വേറെ ഒന്നും തൊട്ട് നശിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പോലും പറ്റാത്ത തരം എനിക്ക് ഇറിറ്റേഷനാണ് ഫീൽ ചെയ്തത്. കാരണം പലയിടത്തും കണക്ഷൻ ഇല്ല, ഇമോഷണലി ഒരു സീൻ പോലും കറക്റ്റ് ആയിട്ടില്ല. അവരുടെ ഫാമിലി, ഇപ്പം രാംചരൺ അമ്മേനെയും അച്ഛനെയൊക്കെ തിരിച്ചറിയുന്ന സീനുകൾ പോലും എനിക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാ കാണിക്കുന്നത്, എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷനും സിനിമയായിട്ട് ഉണ്ടായിട്ടില്ല. ജയറാമിനെ കൊണ്ടുവന്നിട്ട് കുറേ സീനുകളിലൊക്കെ ചിരിപ്പിച്ചിട്ട് ഒരു സിനിമ ഭയങ്കര വൾഗറായിട്ട് കാണിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണോ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നെന്ന് അറിയത്തില്ല. എസ് ജെ സൂര്യ ആസ് യൂഷ്വൽ പുള്ളിയുടെ ഒരു മെയിൻ സാധനമുണ്ട്, ആ രീതിയിലൊക്കെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഓവറായി പോകുന്നത് തോന്നിയിട്ടുണ്ട്. രാംചരണിന് എടുത്താൽ പൊങ്ങാത്തൊരു റോളായി പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലയിടത്തും പുള്ളി ഒരു അമൂൽ ബേബി ഫീൽ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. കിയാര അദ്വാനി കുറച്ച് നേരം കണ്ടൊക്കെ പാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. കാണുന്ന സീനുകളിൽ നല്ല രസമുണ്ട്, കാഴ്ചയിൽ. അത് ശങ്കറിൻ്റെ സിനിമകളിൽ നായികയ്ക്ക് എപ്പോഴും ഒരു അടിപൊളി ലുക്കായിരിക്കും. ആ ലുക്ക് ഇവിടെയുണ്ട്. അല്ലാതെ അതിൽ കൂടുതൽ അഭിനയ പ്രാധാന്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷനോ അല്ലാതിപ്പം വേറെ ആരുടെയും കാര്യമൊന്നും പറയാനില്ല. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അഞ്ജലി എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഒരു ടിപ്പിക്കൽ സാധനം വിത്ത് കുറച്ച് കോമഡി ഐറ്റംസും. ഒരു സൈഡിലോട്ട് മാത്രം നിന്നെ സംസാരിക്കത്തുള്ളൂ. സുനിൽ എന്ന് പറയുന്ന കഥാപാത്രം, സുനിലിൻ്റെ ക്യാരക്ടർ സൈഡ് സുന്ദരോ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. സൈഡിലോട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, നടക്കത്തുള്ളൂ. അതൊരു കോമഡി പീസ്. കാരണം മാസ് സീൻ അവിടെ നടക്കുമ്പോൾ മാസ് സീൻ്റെ പുറകിൽ പുള്ളി ഇങ്ങനെ സൈഡിൽ നടന്നു വരുമ്പോൾ നമുക്ക് ചിരിയാണ് വരിക. ആ മാസ് സീനെ കൈയടിക്കാൻ വരും, നമ്മൾ ചിരിച്ചു പോകും. അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ പുള്ളി ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു ശങ്കർ. പോട്ടെ, കൈവിട്ട് പോയി. അത് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. OTT വന്നാലും കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ശങ്കർ തിരിച്ചു വരണം, അത്രയേ ഉള്ളൂ. ശങ്കർ കം ബാക്ക് ശങ്കർ. പീസ് ഔട്ട്.